നമസ്കാരം. റഷ്യയുമായി ഇന്ത്യ വല്ലാതെ അടുക്കുന്നതിൽ അമേരിക്കയ്ക്ക് ഒരല്പം പേടിയും അസൂയയും ഒക്കെ വന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വല്ലാതെ അലട്ടിയിരിക്കുകയാണ്. അടിക്കടി ഇന്ത്യക്കും റഷ്യയ്ക്കും ഇട്ട് കൊട്ടുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ്. യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് പരോക്ഷമായി ധനസഹായം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന ആരോപണം US പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണിപ്പോൾ. മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് കടുത്ത ആരോപണമായി ട്രംപിൻ്റെ അടുത്ത വിശ്വസ്തർ അദ്ദേഹത്തിൻ്റെ ശബ്ദമായി ഇന്ത്യയെ ലക്ഷ്യം വെച്ച് രംഗത്ത് വരുന്നത്. ഇന്ത്യയുടെ നയം ഇവിടെ കൃത്യമാണ്. അമേരിക്ക എന്ന രാജ്യത്തെ പ്രത്യേകിച്ച് നിലപാടുകൾ അടിക്കടി മാറ്റുന്ന ട്രംപിൻ്റെ രീതികളെ വിശ്വസിക്കേണ്ട എന്നത് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതേസമയം ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളിൽ നിന്ന് സൗഹൃദം വളർത്തിയെടുക്കുന്നതിൽ ഇന്ത്യ പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഉറച്ചു നിൽക്കുന്നത്. റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം നിലനിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി തന്നെ തുറന്ന് സമ്മതിക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യക്കെതിരെ 25% നികുതിയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. കൂടാതെ റഷ്യയുമായുള്ള ഇടപാടുകൾക്ക് അനിശ്ചിതമായ ശിക്ഷ നൽകുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയതായി അടുത്തയിടെ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിനെ ഒരു നല്ല നടപടിയായി ട്രംപ് പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്ന് ഇന്ത്യ തന്നെ ഉടൻ വ്യക്തമാക്കുകയായിരുന്നു. ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ കമ്പനികൾ ഇപ്പോഴും റഷ്യൻ വിതരണക്കാരിൽ നിന്നാണ് എണ്ണ വാങ്ങിക്കുന്നത്. ജൂലൈ മാസത്തിൽ ഇറക്കുമതിയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് എങ്കിലും വില, ക്രൂഡ് ഗ്രേഡ്, ഇൻവെൻ്ററികൾ, ലോജിസ്റ്റിക്സ്, മറ്റ് സാമ്പത്തിക പരിഗണനകൾ തുടങ്ങിയ ഘടകങ്ങളാണ് ഈ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഈ മാസം റഷ്യ സന്ദർശിക്കുമെന്ന സൂചനയും ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. കൂടാതെ റഷ്യയിൽ നിന്ന് S-400 പ്രതിരോധ സംവിധാനങ്ങളും ഒരുപക്ഷെ Su-57 യുദ്ധവിമാനങ്ങളും ഇന്ത്യ വാങ്ങിയേക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. ട്രംപ് അമേരിക്കൻ F-35 വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ താല്പര്യം അറിയിച്ചു അല്ലെങ്കിൽ ശ്രമിച്ചുവെങ്കിലും മോദി ഇതുവരെയും അതിലൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. F-35 വിമാനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് അമേരിക്കയുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന കേന്ദ്ര സർക്കാരും അടുത്തിടെ പാർലമെൻറ്റിനെ അറിയിച്ചിരുന്നു. ഇന്ത്യക്കും റഷ്യയ്ക്കും സ്ഥിരതയുള്ളതും കാലം തെളിയിച്ചതുമായ പങ്കാളിത്തമുണ്ട് എന്ന് കേന്ദ്രം ഔദ്യോഗികമായൊരു പ്രസ്താവന നടത്തുകയുമുണ്ടായി. വിവിധ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ശ്രദ്ധാപൂർവമാണ് കൊണ്ടുപോകുന്നതെന്നും ആ രാജ്യങ്ങളിലെ മേന്മകളും ഗുണങ്ങളും എല്ലാം ഇന്ത്യക്കും ഗുണകരമാകുന്നത് അടിസ്ഥാനമാക്കിയിട്ടുണ്ട് എന്നും നിരീക്ഷിക്കുന്നുണ്ട് രാജ്യം. വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയെ പരോക്ഷമായി വിമർശിക്കുന്നത് ഈ വാക്കുകളിലൂടെയൊക്കെ തന്നെയാണ്. ഈ ശക്തമായ വാക്കുകൾ ഇന്ത്യ റഷ്യ സൗഹൃദത്തെ അടിവരയിടുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും വരും മാസങ്ങളിൽ ഇന്ത്യ സന്ദർശിക്കാൻ ഇരിക്കുകയാണ്. 2021 ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ പര്യടനം കൂടിയായി ഇത് മാറും. ട്രംപിൻ്റെ ഉറക്കം കെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ചുരുക്കത്തിൽ ഇന്ത്യയും റഷ്യയും നടത്തുന്നത്. ട്രംപിൻ്റെ പുതിയ താരിഫ് നയത്തിനുള്ള ഇരു രാജ്യങ്ങളുടെയും മധുര പ്രതികാരം കൂടിയാവുകയാണ് ഈയൊരു സൗഹൃദം.